ദോശമാവ് കൊണ്ട് നമുക്ക് കിടിലൻ ടേസ്റ്റിലൊരു പലഹാരം ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങയും കുറച്ച് ശർക്കരയും ചീകിയിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ജീരകവും 4-5 ഏലക്ക ചതച്ചതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ദോശമാവ് എടുക്കാം. ദോശമാവ് നിങ്ങൾക്ക് തികയത്തില്ലെങ്കിൽ ആവശ്യത്തിന് ഗോതമ്പ് പൊടിയും കൂടി എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇല വാട്ടിയതാണ്. ഞാനിവിടെ കുറച്ച് ഇല വാട്ടിയത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് ഈ ഒരു മിശ്രിതം മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇല വാട്ടി വെച്ചതിലേക്ക് ഈ ഒരു ദോശമാവ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ദോശമാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ശർക്കരയും തേങ്ങയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ആ ഒരു മിശ്രിതം കൂടെ വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കാം. ഇതാ കണ്ടില്ലേ. അതിനുശേഷം ഞാനിവിടെ ഒരു ഇഡലി പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ഒഴിച്ചൊന്ന് ആവി കയറിയതിന് ശേഷം നമുക്ക് ഇതുപോലെ എല്ലാം ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം. എല്ലാത്തിലും ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ സൈഡ് രണ്ടും ഒന്ന് മടക്കി വെച്ചതിന് ശേഷം വേണം നമുക്കിതൊരു 10-15 മിനിറ്റിനകം ആവിയിൽ വേവിച്ചെടുക്കാവുന്നു.